ദേവാമൃതം. ഇന്ന് 1194 ആണ്ട് മേടമാസം 9-ാം തീയതി, അതായത് 2019 ഏപ്രിൽ 23 ചൊവ്വാഴ്ച. നക്ഷത്രം തൃക്കേട്ട. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്തേ ശർമാജി. നമുക്ക് ഇന്നത്തെ അധ്യായത്തിലെ കത്തിലേക്ക് കിടക്കാമല്ലേ? കോഴിക്കോട് നിന്ന് ഗീത എഴുതുന്ന കത്താണ്. വിവാഹം കഴിഞ്ഞ് 4 വർഷമായി. പ്രണയവിവാഹമായിരുന്നു. 1 വർഷം നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷേ പിന്നീട് എന്നും വഴക്കായി. ഭർത്താവിന് എന്നെ സംശയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാർത്തിക നക്ഷത്രം മേടരാശിയാണ്. സ്വാഭാവികപരമായിട്ട് ഇപ്പം നമുക്ക് പ്രേക്ഷകരൊക്കെ കേൾക്കുമ്പോഴും അതിലെ വിവാഹം കഴിച്ചവർക്കുമൊക്കെ ഇത് മനസ്സിലാവും, ഇതിനകത്തെ സത്യാവസ്ഥകൾ എന്താണെന്നുള്ളത്. അല്ലാത്തവർക്കും മനസ്സിലാവും. എല്ലാവരും ഇപ്പോൾ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ലാത്തവർക്കും വിവാഹം കഴിഞ്ഞോളം ജീവിതത്തെ നോക്കിക്കാണാവും എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു കർമ്മം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആയില്ല, അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നും പറയാൻ പറ്റില്ല. ഏതായാലും 2018 ഒക്ടോബർ മാസം വരെ വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുകയായിരുന്നു മേടക്കൂറുകാർ ഈ വിവാഹം കഴിച്ചവർക്ക്. അതായത് സപ്തമ വ്യാഴമായിരുന്നു. സപ്തമ വ്യാഴം എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ ജീവിതം, ഇണങ്ങിയ ജീവിതം, ഒരു ഹാർദവമായ അടുപ്പം, ഒരു വൈകാരിക ബന്ധങ്ങൾ, ആരാരും തട്ടിത്തെറിപ്പിച്ചാൽ വിട്ടുപോകാത്ത നിലയിലുള്ള ഒരു ദൃഢത, പരസ്പര വിശ്വാസം, ഈ കാര്യങ്ങളും അവിവാഹിതർക്ക് വിവാഹം നടക്കേണ്ട കാലവും വിവാഹം കഴിഞ്ഞവർക്ക് എൻജോയ്മെൻറ്റ് കാലവും ഒക്കെയായിരുന്നു അശ്വതി, ഭരണി, കാർത്തികക്കാൽ ആദ്യത്തെ 15 നാഴിക നക്ഷത്രക്കാർക്ക് 2018 ഒക്ടോബർ മധ്യം വരെ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാതെ ജീവിതം അവർ തങ്ങളിൽ സംസാരിച്ച് അവരുടെ ഭാവി ജീവിതത്തെപ്പറ്റി ഒരു മെനു ഒക്കെ റെഡിയാക്കി അതും പ്രകാരമൊക്കെ മുന്നോട്ട് പോവുക. ആ 2018 ഒക്ടോബർ മാസം അങ്ങോട്ട് കഴിയുമ്പോഴേ വ്യാഴഗ്രഹം 8-ാം രാശിയിലേക്ക് സംക്രമിച്ചു, ട്രാൻസ്ഫറായി. 8-ൽ വ്യാഴം വരുന്ന കാലം, അതായത് അഷ്ടമത്തിൽ വ്യാഴം വരുന്ന കാലം, അല്ലെ 8-ാമത്തെ രാശിയിലേക്ക് വ്യാഴഗ്രഹം പ്രവേശിക്കുന്ന കാലം. ഈ സപ്തമത്തിൽ വ്യാഴമുണ്ടായിരുന്ന ആ ഐക്യദാർഢ്യവും അല്ലെങ്കിൽ ആ ഒത്തൊരുമയും ആ ദൃഢതയും പരസ്പര വിശ്വാസങ്ങളും എല്ലാം മറികടന്ന് ചില പരീക്ഷണങ്ങൾ തുടങ്ങി. 8-ലെ വ്യാഴത്തിന് പഴയ ആചാര്യന്മാർ പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ തൊട്ടതൊക്കെ പൊട്ടും, നനച്ചതെല്ലാം തെറ്റും, അടിസ്ഥാനം പോലും മാറ്റമുണ്ടാവും, പെറ്റമ്മ പോലും വീർത്തിടും. എന്തെല്ലാം പിണങ്ങിയാലും വീർത്താലും പിണങ്ങാത്ത ഒരു ജന്മം കുടുംബത്തിലെ അമ്മയാണ്. അമ്മമാർ എന്തെല്ലാം പ്രാഗിയിരുന്നാലും നീ മുടിഞ്ഞു പോകൂടാ എന്നൊക്കെ പറഞ്ഞാലും തൊട്ട് പിന്നാലെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് വരും. അതാണ് മാതൃത്വം. ബഹുഭൂരിപക്ഷം ആ പെറ്റമ്മ പോലുമേ വെറുത്തിടാം. അങ്ങനെ ഇണങ്ങിയവരും വേണ്ടപ്പെട്ടവരും സൗഹാർദ്ദത്തിലിരിക്കുന്നവരും അധികാരികളും സഹപ്രവർത്തകരും സഹപാഠികളും ദമ്പതികളും കമിതാക്കളും ഒക്കെ ആയിട്ടുള്ള ആ ഒത്തൊരുമയോട് കൂടി വന്നിരുന്നതിന് ചില വിള്ളലുകൾ വരുന്നതാണ് 2018 ഒക്ടോബറിന് ശേഷം 19 നവംബർ വരെ. അതായത് ഈ വർഷം നവംബർ മാസം മധ്യം വരെ. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, പെറ്റയമ്മ പോലുമേ വിഹത്തിടും, വലയും ക്രിമിനൽ കുറ്റം, തടവോ പെരശിക്ഷയോ, ആരിലാണിവ കാണുന്ന ഇവ അന്യന്മാരെ പോലല്ല ഈ കാര്യത്തിൽ, വൻകളങ്കയ്ക്ക് അവിശ്വാസമാരിലും തൻകളത്വം തന്നിലുണ്ടെന്നൊരു ചിന്തയും നഷ്ടപ്പെടുമെന്നാണ്. ഇവളെ എന്നെ വിട്ടിട്ട് വേറെ ആരെയോ ലവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, എന്നെ ഒരു പുച്ഛം പോലെ തോന്നുന്നുണ്ട്. ഞാൻ പഴയ പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒരു എഴുന്നേൽക്കുന്നില്ല, ബഹുമാനമില്ല, TV കണ്ടെടുത്തൊന്നും എഴുന്നേൽക്കുന്നില്ല, ചേട്ടനപ്പം വന്നൊന്നൊരു ചോദ്യമില്ല, ആഹാരം കഴിച്ചോ കഴിച്ചില്ല എന്നൊരു ചോദ്യമില്ല, ഷർട്ടൊക്കെ ഊരി ഇടുമ്പോൾ ഒരു വിശ്രമിക്കാനായിട്ടൊരു AC ഇട്ട് തരുന്നില്ല,
അപ്പടിയില്ല ഇപ്പടിയില്ല, അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദമില്ല, എന്തോ ഒരു ദേഷ്യം പോലെ, മുഖത്തിനൊക്കെ ഒരു 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 കൈപ്പൊളുക്ക് പിന്നെ നെല്ലിക്ക കടിച്ച പോലെ ഇരിക്കുന്നു, എന്നെ കാണുമ്പോൾ കൂർമ്പിച്ചൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ അല്ലായിരുന്നല്ലോ വരുന്നതിന് മുമ്പ് തന്നെ. ഞാൻ വരുന്ന ഗേറ്റ് തുറന്നിട്ടേര്, അതല്ലേ ഇതല്ലേ പട്ടിയെ പൂട്ടിയുടെ, അല്ലെങ്കിൽ നീ വല്ലതും കഴിച്ചോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും സല്ലാപങ്ങളും ഒന്നുമില്ലല്ലോ. ഈ പരസ്പരം സംശയമായി. കാരണം അഷ്ടമ വ്യാഴം എടുത്തു. ഇവിടെ ദൈവത്തിൻ്റെ പരീക്ഷണഘട്ടം എന്ന് ചിലർ പറയും. വ്യാഴം അഷ്ടമത്തിലും 3-ാം രാശിയിലും 6-ാം രാശിയിലും 12-ാം രാശിയിലും നിൽക്കുമ്പം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതിൽ അഷ്ടമ വ്യാഴമാണ് ഏറ്റവും കടുപ്പം. ഇത് ഒരു ഉദ്യോഗ മേഖലകളിലോ ഒരു ആഫീസുകളിലോ തൊഴിൽ സ്ഥലത്തോ ഒക്കെ ആണെങ്കിലും അധികാരികളുമായിട്ട് പിണങ്ങും. അതുപോലെ സഹപ്രവർത്തകരുമായിട്ട് നീരസമാവും. കുടുംബത്തിൽ വിള്ളലുകളുണ്ടാവും. മാറി താമസിക്കണം. അമ്മ അച്ഛനൊക്കെ ആയിട്ട് കൂടെ താമസിക്കുന്ന നമുക്ക് മാറാം. എന്തിനാ ഇത്രയും ഭാരിച്ച ചിലവൊക്കെ ഉള്ളത്, നമുക്കുള്ളത് ഉപ്പും തവിടുവാണെങ്കിലും കഴിച്ചാൽ പോരെ എന്നൊക്കെ വെച്ച് മാറാൻ ഉള്ള താമസം വരും. ഐശ്വര്യങ്ങൾ മങ്ങും. സമ്പാദ്യങ്ങൾക്ക് മങ്ങൽ വരും. ചിട്ടി ലോൺ മുതലായത് അടച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടും. അതായത് പൂർത്തിയാക്കാൻ വയ്യാതെ വരും. ഫിക്സഡ് ഡിപ്പോസിറ്റുകളൊക്കെ എടുത്ത് ആർക്കെങ്കിലും വായ്പയൊക്കെ കൊടുക്കും, അത് പൊട്ടും. തൃശ്ശൂർപൂരം പോലെ കൊടുക്കും. പലതും ഇങ്ങനെ പൊട്ടി പോകും. അതാണ് തൊട്ടതെല്ലാം പൊട്ടും, നനച്ചതെല്ലാം തെറ്റും, അടിസ്ഥാനം പോലും മാറ്റമുണ്ടാവും. പിണങ്ങാത്ത അമ്മ പോലും പിണങ്ങും, അല്ലെ അമ്മയായിട്ട് വിരഹിക്കും, അല്ലെ മാതൃശാപമേക്കും. ഈ സമയമാണ് ഇവിടെ ഐകമത്യം എന്ന് പറയുന്ന ക്രിയാദികൾ ചെയ്യുകയും കഴിവതും വ്യാഴാഴ്ച ദിവസം ഒരു സസ്യാഹാരാദികളൊക്കെ ഒരു നേരം ആഹാരം ഒഴിവാക്കി പുണ്യപ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതിന് ഉമാമഹേശ്വരം പ്രയോഗിക്കുന്ന മന്ത്രങ്ങൾ ഈശേത്തോർജേത്വാവായവസ്തോപായവസ്ഥ ദേവോപസവിതാ പ്രാപ്യേതു ശ്രേഷ്ഠതമായ കർമ്മണേ. ശ്രേഷ്ഠമാക്കി തരയണമേ ജീവിതം, ഐശ്വര്യമാക്കി തരയണമേ, ഒത്തൊരുമയാക്കി തരയണമേ. ഭിന്നതകൾ എന്തുമാവട്ടെ അവയിൽ നിന്നെല്ലാം ആ ഏകത്വപരമായിട്ട് ചിന്തിക്കാനുള്ള അവസരവും അനുസരണയും അവസരവും ഉണ്ടാക്കി തരയണമേ. ഈശേത്വർജേത്വാവായവസ്തോപായവസ്ഥ ദേവോപസവിതാ പ്രാപ്യതു ശ്രേഷ്ഠതമായ കർമ്മണേ ആപ്യായത്വം അഗ്ന്യാ ദേവഭാഗം ഊർജസ്വതി പയസ്വതി പ്രജാപതിരമീവ അയഷ്മ. പ്രയോഗിക്കേണ്ട മന്ത്രങ്ങളാണ്. അഗ്നിയിൽ ഈ വിഘ്നങ്ങളെല്ലാം ഹോമിച്ച് കളയുക. അതോടുകൂടി നമ്മൾ ചില തീരുമാനങ്ങളൂടെ എടുക്കണം. വെറുതെ ഹോമിച്ച് കളഞ്ഞാലൊക്കത്തില്ല. ആ തീരുമാനം ഇരുഭാഗത്തു നിന്നെടുത്ത് ഐകമത്യം ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഈ അഷ്ടമവ്യാഴം തീരുന്നതിന് മുമ്പ് ചില പൊട്ടിത്തെറികൾ ഉണ്ടാവും. അത് ചിലപ്പം കോടതി കച്ചേരിയിലൊക്കെ ആയി ചിലപ്പം വാശി വൈരാഗ്യങ്ങൾ മൂത്തു പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ മേടക്കൂറുകാർക്ക് 2020 ജനുവരി 24 മുതൽ 2.5 കൊല്ലത്തേക്ക് കണ്ടകശനിയും കൂടെ വരികയാണ്. അതിനെ സംബന്ധിച്ച് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. കുറച്ച് മുൻകരുതലോടെ അടുത്ത 3 കൊല്ലത്തേക്ക് ഇരിക്കേണ്ടതാണ് ഈ രാശിക്കാർ. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക. ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജി എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.